ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സനതും ചോദിച്ച് സാധുക്കളെ വിഷമിപ്പിക്കണ്ട. സനതും ചോദിച്ചിട്ട് മഹാനായ നബിതങ്ങളുടെ ശിരോരോമത്തിന്റെ സനത് വേണം എന്ന് പറഞ്ഞാല് എത്ര പ്രാവശ്യം വിളിച്ചു വരാൻ? പിന്നെ എന്നാ സനത് ഇന്നാന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കാൻ പറ്റിയ സാധന? കോഴിക്കോടേക്ക് വരിക, അതല്ലെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു കുറ്റ്യാടിയിലേക്ക് വരിക, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. എന്താ ചെല്ലാത്തത്? വണ്ടിക്കൂലി ഇല്ലെങ്കിൽ അതും തരാമെന്ന് പറഞ്ഞു. അബുദാബിയിൽ പോണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തു തരാന്ന് പറഞ്ഞു. എന്തേ പോകാത്തത്? പോയാൽ പ്രശ്നം തീരും. പ്രശ്നം തീർന്നാൽ ജീവിക്കാൻ മാറ്റം ഉണ്ടാവില്ല. അതേ ഉള്ളൂ. ഇത് കണ്ടോ നിങ്ങൾ? ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഇവര് വലിയ കാര്യമായി പൊക്കിപ്പിടിക്കുന്ന ഇവരുടെ തണലിലാണല്ലോ ഈ സാധുക്കളുടെ ജീവിതം തന്നെ. ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നത് ഏതാ? നമ്മളുടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങള് 1000 രൂപ കൊടുത്തിട്ട് പറയാ, മക്കളെ കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കുന്ന പള്ളിയിൽ ഞാനൊരു മെമ്പറാണ് കേട്ടോ, നിഷേധിക്കാൻ പറ്റുമോ? ഞാനൊരു മെമ്പർ, 1000 രൂപക്ക് എനിക്കും ഒരു മെമ്പർഷിപ്പ് താ, ഞാനും ആ പുന്നാര നബിതങ്ങളാ എന്റെ ഉപ്പാപ്പാടെ കൂടെ ആ പള്ളിയിലൊന്ന് സഹകരിക്കട്ടെ എന്ന്. പോയില്ലടോ നിങ്ങളുടെ കാര്യം, പോയില്ലേ നിങ്ങളുടെ കാര്യം? ഇനി എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ഇനി ഞങ്ങളുടെ പേരിലോ കാന്തപുരത്തിന്റെ പേരിലോ മെക്കിട്ട് കയറുന്നതിന് മുമ്പ് തങ്ങളോട് പാണക്കാട് എന്ന് ചോദിക്കുക, എന്താ അങ്കിളെ കാണിച്ചത്? പക്ഷേ തങ്ങളനങ്ങില്ല. തങ്ങളുടെ തങ്ങളായ സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടോ നിങ്ങള്, മഹാനായ ഇമാം ഗസാലി തങ്ങള് ലോകത്ത് 500-ലധികം വരുന്ന വൈജ്ഞാനിക ശേഖരങ്ങള് തയ്യാറാക്കി സംഭാവന ചെയ്ത മഹാനായ ഗസാലി ഇമാം തങ്ങള് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു വിഷയമുണ്ട്. ഫഇന്നഹു ലൗ ഉദിഅ ശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണല്ലോ നമ്മുടെ വിഷയം, അല്ലേ? ആ മുടി കൊണ്ട് ഒരുപാട് ആളുകൾ പുണ്യം നേടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി വിഹരിച്ചു കൊടുത്തപ്പോ അബൂ തൽഹത്തുൽ അൻസാരിയോട് പറഞ്ഞു, ഇത് ജനങ്ങൾക്ക് വിഹരിച്ചു കൊടുക്ക. ഈമാനുള്ള മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, മുടി ശിരോരോമം അത് ആരാധിക്കാൻ വേണ്ടിയാണ്, പൂജിക്കാൻ വേണ്ടിയാണ് പള്ളി പണിയുന്നത് എന്ന് പറയുന്നെങ്കിൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. നമുക്ക് ചങ്കിൽ കൈവച്ച് ചിന്തിച്ചോ, അല്ലാഹുവിന്റെ റസൂലിന് അറിയാലോടോ ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ. അപ്പൊ വേറെ വാന്ന് പറയേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂലിന് അറിയാന്ന് വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയൂലേ? ബിഗ് ബാങ് തിയറിയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ആകാശവും ഭൂമിയും ചന്ദ്രനും ശുക്രനും യുറാനസും നെപ്റ്റ്യൂണും ബാക്കി എന്താ? അപ്പയ്യം പോയി തോന്നുന്നു ചോദിക്കുന്നു മേടിച്ചിട്ട്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഒരു സ്ഫോടനമായിരുന്നു. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. നബിയാ പറഞ്ഞത്. ബിഗ് ബാങ് തിയറി നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച സംഭവമാണെങ്കിൽ അതേക്കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി. അതേപോലെ തന്നെ വരാൻ പോകുന്ന സംഭവമാണ്. ലോകത്തിൽ എല്ലാ സാധനങ്ങളും ജലത്തിൽ നിന്നാണ് ഉണ്ടായത്, വെള്ളത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കൾക്കും ജീവൻ കൊടുത്തതെന്ന് ശാസ്ത്രം ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചപ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി പറഞ്ഞു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. എല്ലാ സാധനങ്ങളും സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. ശാസ്ത്രലോകം ഇപ്പൊ പറയുന്നു അല്ലാഹു പണ്ടുണ്ടാക്കിയ ഭൂമിയും ആകാശവും ഒന്നും അങ്ങനെ തന്നെ നിൽക്കുകയല്ല, അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വഇന്നാ ലമുസിഊൻ, നിശ്ചയം പ്രപഞ്ചത്തെ നാം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസിഊൻ, ആകാശഭൂമികളെ നമ്മുടെ കരുത്തുകൊണ്ട് നമ്മളാണ് സൃഷ്ടിച്ചത്. വഇന്നാ ലമുസിഊൻ, അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞെന്താ? റസൂലുള്ളാഹിക്ക് അറിയാന്ന് വരുന്ന കാര്യങ്ങൾ, ഇമാതിരി ആളുകളൊക്കെ വരുമെന്നും അറിയാം, വിഷയങ്ങൾ ഉണ്ടാവുമെന്നും അറിയാം. ദീർഘിപ്പിക്കുന്നില്ല. എങ്കിൽ ആ വിശുദ്ധമായ രോമത്തെ പുന്നാര നബിതങ്ങൾ വിശ്വാസം വന്നിട്ടില്ലേ? ഈ ഇരിക്കുന്ന സാധനം എന്താ? അഹൂജ കമ്പനിയുടെ മൈക്ക. ഈ സാധനം വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമു സഅതു ഹത്താ യതകല്ലമ അർ-റജുലു ഫീ സുജ്അസ. ഒരു വടിയുടെ തലയോട് മനുഷ്യന്മാർ സംസാരിക്കുന്ന സാധനം വന്നിട്ടല്ലാതെ ലോകം അവസാനിക്കില്ല. വടിയെന്ന് ഉദ്ദേശിച്ചത് സ്റ്റാൻഡ് ആവണം. അതിന്റെ തലയോടാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ സകലമാന വിഷയങ്ങളും ഇന്നിപ്പോ ആധാരം ചെയ്യാൻ വേണ്ടി ചെന്നാല് നമ്മുടെ രജിസ്റ്റർ ഓഫീസിലെ ആൾ എന്താ പറയുന്നത്? കയ്യൊപ്പ ഇടുന്നത്, അല്ലേ?
എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഒപ്പൊക്കെ ആദ്യം ഇടിക്കും, ലാസ്റ്റ് ഉറച്ച ഐഡന്റിറ്റി ഏതാ? കൈ അങ്ങോട്ട് വെച്ചോ മക്കളെ എന്ന് പറയും. കൈ അങ്ങോട്ട് വെച്ചോ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഖുർആൻ. എത്ര കോടി മരിച്ചുപോയടോ, എത്ര കോടി മരിച്ചുപോയി. ഇന്ന് എത്ര കോടിയുണ്ട്? 500 കോടി ഉണ്ടല്ലോ. ഇനി എത്ര കോടി വരാനിരിക്കുന്നു? ഒരാളുടെ കൈവിരല് അല്ല. ഈ അടയാളം വല്ലാത്ത സ്ട്രോങ് അടയാളമാ. ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. ആധാരം എഴുത്താഫീസിൽ രജിസ്ട്രാളൊക്കെ വരുന്നതിന്റെ മുമ്പ് നിന്റെ വിരൽ കൊടിയെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. കോടാനുകോടി മനുഷ്യന്മാരുടെ വിരൽ കൊടിക്ക് ഒന്നൊന്നിനോട് തുല്യതയില്ലെങ്കിൽ ആ കോടാനുകോടി മനുഷ്യന്മാരുടെ എല്ലുകൾ എവിടെയാണെന്ന് അല്ലാഹുക്ക് മനസ്സിലാകും. അതൊരു സമയത്ത് അല്ലാഹ് ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ദിവസങ്ങൾ വേണം ആ വിഷയം എന്ന് പറയാൻ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ഇതെല്ലാം അറിയാവുന്ന മുൻ പ്രവർത്തനങ്ങളെല്ലാം വരാനിരിക്കുന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ജമാഅത്തും മുജാഹിദും മറ്റുമൊക്കെ പറയുന്നത് പോലെ മുടി, തിരുശേഷിപ്പ്, ആ തിരുകേശം കേശപൂജയാണ് എന്ന് പറയുന്നെങ്കിൽ എന്തിനാ അള്ളാന്റെ റസൂല ഹജ്ജത്തുൽ വദായിൽ വെച്ച് അബൂ തൽഹത്തുൽ അൻസാരിയോട് പറഞ്ഞത് ഇഖ്സിംഹു ബൈനന്നാസ്, ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തോ? പറയടോ. അപ്പോ അതിൽ നിന്നറിയാം ജനങ്ങൾക്ക് വിഹിതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് അതിന് പവിത്രതയുണ്ട്. അല്ലെങ്കിൽ ഒഴിവാക്കാനാ പറയേണ്ടത്. സ്വഹാബത്തിന് കിട്ടിയവർക്ക് കൊടുത്തു കൈമറിഞ്ഞ് അതിൻ്റെതായ ചില ഭാഗങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ, ഞങ്ങളിൽ രോഗിയായ ആളുകൾക്ക്, ആ രോഗികളായ ആളുകൾ പാത്രത്തിൽ വെള്ളവുമായി വരുമ്പോ പുന്നാര നബി തങ്ങളുടെ ആ ശിരോരോമം സൂക്ഷിച്ച ജുൽജുൽ എന്ന് പറയുന്ന പാത്രം, അത് വെള്ളിയിലാനാൽ ഉണ്ടാക്കിയത്. അന്ന് കാശ് കുറവാണ്. പുന്നാര നബി തങ്ങൾ കിടന്നത് ഈ തപ്പന മടലിലല്ലേ? അല്ലേ? പുന്നാര നബി തങ്ങൾ പുതച്ചത് കമ്പളി പുതപ്പല്ലേ? കാശ് കുറവാണ് എങ്കിലും അന്ന് മുടി സൂക്ഷിച്ചത് വെള്ളിപ്പാത്രത്തിലാണ്. ഇന്ന് നമുക്ക് ഒരുപാട് കാശുണ്ട്, അതുകൊണ്ട് 40 കോടിയുടെ പള്ളിയിൽ. എന്താ തെറ്റ്? അന്ന് വെള്ളിപ്പാത്രത്തിലാ, ഇത് 40 കോടിയുടെ പള്ളിയിലാ. അപ്പൊ മുസ്ലിയാരെ, നമ്മുടെ കോഴിക്കോട് ടൗണിൽ എത്ര ആളുകളാ വീടില്ലാത്തവർ! എന്താ കണ്ണീര്! സുബ്ഹാനല്ലാഹ്, അവന്റെ ഖൽബ് കുൽബാകുക. വയനാട് എത്ര പെണ്ണുങ്ങളാ കെട്ടിക്കാതെ നിൽക്കുന്നത്! നീ 2 നില പുരയല്ലേ ഉണ്ടാക്കിയത്? എന്താ അവിടെ ചിന്തിക്കാതെ? എനിക്കൊന്നു മതി, ഒന്ന് എന്റെ അയൽപക്കക്കാരന് കൊടുക്ക, 1 നില കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ചിന്തിക്കാതിരുന്നത്? ഇതെന്റെ കാന്തപുരത്തിന് മാത്രം കുത്തകയാ പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്? അസൂയല്ലാതെ ഇതിലെന്താ അർത്ഥം? അതുകൊണ്ട് കാന്തപുരം എത്തിയെടുത്തേക്ക് നിങ്ങൾ വാ, എന്നിട്ട് വിമർശിക്കും, നമ്മൾ ഉൾക്കൊള്ളാം. കാന്തപുരം എന്താ ഒരുപാട് പാവങ്ങൾ സഹായിച്ചിട്ടുണ്ട്, എണ്ണിയാലൊതുങ്ങോടോ സഹായം? സുനാമി പോലത്തെ ദുരന്തങ്ങൾ വന്ന ഭൂമിയിൽ അദ്ദേഹം ഓടിയെത്തി വലിയ കനത്ത സംഭാവനകൾ കൊടുത്തില്ലേ? ഹെറിറ്റേജ് അവാർഡ് കിട്ടിയപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ആ തുകയിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തില്ലേ ഇപ്പൊ നടന്ന ബോംബെ കലാപത്തിന് വിധേയരായ ആളുകൾക്ക്? 2000-ലധികം പള്ളികള്, സാധുക്കളായ ആളുകൾക്ക് പള്ളി വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളികൾ വെച്ചു കൊടുത്തില്ലേ? ഈ മർക്കസിന്റെ സമ്മേളനത്തിൽ 33 നിർധനരായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടില്ലേ? സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതേപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത കാന്തപുരത്തിന്റെ അടുത്തേക്ക് എത്തുക, എന്നിട്ട് പറയുക കാന്തപുരം നിങ്ങൾ ഇതൊക്കെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തെ എന്താക്കണം. ഇതൊന്നും ചെയ്യാത്ത നീ മണ്ണും ചാരിയെന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞവര് ഒന്നും ചെയ്യാതെ വിമർശിക്കാൻ മാത്രം വരിക. അതുകൊണ്ട് ഈ 40 കോടിയുടെ പള്ളി വെറുതെ ഒരു മുടി ഉണ്ടാക്കാനല്ല. മദീനത്തെ പള്ളി പുന്നാര നബി തങ്ങൾ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈഡിലുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് സൈഡിലുണ്ട്. പക്ഷേ ലക്ഷക്കണക്കായ ആളുകൾ മറുവശത്ത് നിസ്കരിക്കുന്നുമുണ്ട്. അതേപോലെ കോഴിക്കോട് വിശാലമായ ഒരു പള്ളി, മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്തുള്ള ഒരു പള്ളി, ആ മുടി കാണാനും മുടി മുക്കിയ വെള്ളം കുടിക്കാനും ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഇനി ഭാവി തലമുറയിൽ വരുമ്പോ അവരുടെ നിസ്കാരം കളയാവാതിരിക്കാൻ ഒരു സമയം എല്ലാവർക്കും നിസ്കരിക്കാൻ പര്യാപ്തമായ വിശാലമായ ഒരു പള്ളി, അതിന്റെ സൈഡില് പുന്നാര നബി തങ്ങളുടെ തിരുശേഷിപ്പും സൂക്ഷിക്കുന്നു. മദീന പോലെ. എന്താ ഇപ്പൊ ഇതിൽ കുഴപ്പം? അപ്പൊ കാന്തപുരം വലുതായി പോകുമെന്നുള്ളതേ ഇവിടെ ആകത്തുകയുള്ളൂ. തനിച്ച അസൂയ. വെറുതെ പറഞ്ഞതല്ല. 2 ആഴ്ച മുമ്പ് നടന്ന കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞ പരിപാടിയില്ലേ ഏഷ്യാനെറ്റില്? അപ്പൊ ചോദിക്കും മൊയ്ലാൽ ഇതും കണ്ടോണ്ടാണോ ഇരിക്കണമെന്ന്.
കണ്ടതും കേട്ടതും ഒക്കെ കാണും. കാരണം ഇതേപോലത്തെ വില്ലന്മാരെ പിടിക്കണമെങ്കിൽ